റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് കിടക്കുന്നത്. ഇനിയെങ്കിലും ഉംറക്ക് പോകുന്നവർ മദീന വരെ പോകാൻ സമയം കണ്ടെത്തണം കേട്ടോ. ഹജ്ജിന് പോയിട്ട് മദീന തിരിഞ്ഞു നോക്കാതെ പോരുന്നവരെ നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ച നബിയോട് നന്ദിയില്ലാത്ത പണി ചെയ്യലിൽ, നന്ദി കേട് ചെയ്യലിൽ മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. അള്ളാന്റെ പടപ്പുകളോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നില്ലല്ലോ. ഹബീബിനോട് നന്ദി വേണ്ടേ? ഹബീബിനോടുള്ള നന്ദിയല്ലേ മദീനയിൽ പോകുന്നത്, കൂലി വാങ്ങാനല്ല. അങ്ങനെയാണെങ്കിൽ മുഴുവൻ നേരം ഖുർആൻ ഓതിയ പോലെ. മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഖുർആനാണ് ഹദീസിനെക്കാൾ ദിക്റിനെക്കാളൊക്കെ കൂലി. പിന്നെ ഞാൻ മുഴുവൻ നേരം ഖുർആൻ, എനിക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ പുണ്യമുള്ളത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഞാൻ അതൊക്കെ നിൽക്കുന്നപ്പോൾ അല്ലാഹു ഓതാൻ പോവാ. അതാണോ ശറഅ്? അല്ല, അവിടെ സുന്നത്താണ്. കൂലി മാത്രമല്ല വിഷയം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും പാലും മുട്ടി കഴിച്ചാൽ പോലെ, എപ്പോഴും പാലും മുട്ടി കഴിച്ചാൽ മതി. പ്രോട്ടീനും വൈറ്റമിൻസ് ഒക്കെയാണ് ആവശ്യമെങ്കിൽ 24 മണിക്കൂർ അതല്ലല്ലോ. ഇതിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മദീനയിലേക്ക് പോകുന്നത് 1,00,000 കൂലി മോഹിച്ചിട്ടല്ല. ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ പോയാൽ മതി. 53 കൊല്ലം, 53 വർഷം മക്കയിൽ ജീവിക്കുകയും അവസാനത്തെ 10 വർഷം മുതൽ ഇനി ലോകാവസാനം വരെ ഹബീബ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ മദീനയിലാണ്. ഹബീബ് ജീവിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു പറയുകയാണ്. നമ്മുടെ അഖീദയിൽപ്പെട്ടതാണ്. പ്രവാചകന്മാരുടെ ശരീരം ഒരിക്കലും മണ്ണ് തിന്നുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. അവരെ മരിച്ചുപോയവരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അവരവിടെ ജീവിച്ചിരിക്കുന്നവരാണ്. ശുഹദാഇനെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലാഹു, لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് മരിച്ചവരെന്ന് പറയരുത്. ഇനി ഞാൻ ഈ ആയത്തിനെ നബിയുടെ മരണവുമായി ബന്ധിപ്പിക്കുകയാണ്. നബിയുടെ മരണത്തെക്കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وما محمد إلا رسول. മുഹമ്മദ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ഞാൻ മറക്കരുത് കേട്ടോ. വമാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു. എല്ലാ നബിമാരുടെയും പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് എന്നാ പറഞ്ഞത്. ആദം എന്ന് കേട്ടാൽ അലൈഹിസ്സലാം, നൂഹ് എന്ന് കേട്ടാൽ അലൈഹിസ്സലാം. നമ്മുടെ നബിയെ പറ്റി പറഞ്ഞതോ പേര് കേൾക്കാൻ കാത്തുകണ്ട നിങ്ങൾ ചൊല്ലി പറഞ്ഞോളൂ. നബിന്റെ പേര് നിങ്ങളായിട്ട് പറഞ്ഞേക്ക് പേര് വേറൊരു പറഞ്ഞ കേട്ടാൽ ചൊല്ലാറുള്ളതല്ല. നബിയുടെ പേര് സ്വലാത്ത്. അതാണ് വ്യത്യാസം. സ്വല്ലല്ലാഹു, അത് നിങ്ങൾ പറയണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേര് കേട്ടാലും ചൊല്ലണം. പേര് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളായി പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടും ചൊല്ലണം. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മറ്റൻബിയാഇനെ പോലെയല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل. ഈ ആയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയത് വളരെ ഇമോഷണലായ ഒരു അനുഭവത്തിലാണ്. വളരെ വേദനിച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹിനെ വഫാത്തായി കിടക്കുമ്പോ തങ്ങളുടെ വഫാത്തിന്റെ സമയം നമുക്ക് വഴി ചർച്ച ചെയ്യാം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل. ആ നബിക്ക് മുമ്പ് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതില. നബി മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ, ഇങ്ങനെ പ്രയോഗം, നബി മരിക്കുകയോ സ്വാഭാവിക മരണം, ഔ ഖുതില വധിക്കപ്പെടുകയോ ചെയ്താൽ, ഇൻഖലബ്തും അലാ
തറാബസും, നിങ്ങൾ പുറംതിരിഞ്ഞ് നടക്കുകയാണോ? എന്റെ ചോദ്യം, നബി എങ്ങനെയാ മരിക്കുന്നത് എന്ന് അള്ളാഹ് അറിയാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു നബി സ്വാഭാവികമായ മരണം നബിക്ക് സംഭവിക്കുകയോ നബി വധിക്കപ്പെടുകയോ ചെയ്താൽ ഇതിലെന്താണ് നബിക്ക് നടക്കുക എന്ന് അള്ളാഹുവിനറിയില്ലേ? എന്താണ് സംശയം അറിയോ? നബി വധിക്കപ്പെടുകയായിരുന്നു, നബി തങ്ങൾക്ക് സ്വാഭാവിക മരണം സംഭവിക്കുകയായിരുന്നു. രണ്ടും സംഭവിച്ചിട്ടുണ്ട് നബി തങ്ങൾക്ക്. അതെങ്ങനെ? ഖൈബറിൽ ഉണ്ടാകുമ്പോ, ഖൈബറിലായിരിക്കെ ഒരു ജൂത പെണ്ണ് നബി തങ്ങൾക്ക് വേണ്ടി ആടിന്റെ മാംസം വേവിച്ചു കൊണ്ടുവന്നു. അതിന്റെ ഉള്ളിൽ വിഷം വെച്ചു കൊടുത്തു. ആ വിഷത്തിന്റെ പ്രയാസം അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. മരിക്കാൻ പോകുമ്പോൾ, വഫാത്താകാൻ പോകുമ്പോൾ നബി പറഞ്ഞു, ആയിഷ ബീവി, ആ ഖൈബറിൽ നിന്ന് തന്ന വിഷത്തിന്റെ പ്രയാസം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. ആ ഖൈബറിൽ നിന്ന് തന്ന വിഷത്തിന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. നബിയെ കൊല്ലാൻ വേണ്ടി ദൂതന്മാർ ചെയ്ത പണിയാണിത്. പക്ഷേ രക്തസാക്ഷിയാവുക എന്ന പ്രതിഫലം നബി തങ്ങൾക്ക് ഷഹീദാവാനുള്ള ഭാഗ്യം അള്ളാഹു ഒരുക്കി കൊടുക്കുകയായിരുന്നു. നബി ഷഹീദാവുകയാണ് ഉണ്ടായത്, ശത്രുക്കളാൽ വധിക്കപ്പെടുകയാണ്. എന്നാലോ സ്വാഭാവിക മരണവുമാണ്. ഇത് രണ്ടും സാധ്യമാകുന്ന പ്രയോഗമാണ് ഖുർആൻ പ്രയോഗിച്ചത്. അങ്ങനെ വധിക്കപ്പെടുകയോ മരിക്കുകയോ ഇത് രണ്ടും നബിക്ക് സംഭവിച്ചിട്ടുണ്ട്. വിഷത്തിന്റെ ശല്യം കൊണ്ട് ഹബീബിന്റെ വഫാത്തിന്റെ ഒരു കാരണം അതാണ് ഇത് നബിക്ക് പ്രതിപാദിച്ചത്. അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവരാണല്ലോ. അത് എന്തായാലും ഹബീബ് അതിൽ പെട്ടുപോയില്ലേ? ഹബീബ് വധിക്കപ്പെടുകയായിരുന്നുവല്ലോ. എന്നാൽ സ്വാഭാവിക മരണവും ഷഹീദിന്റെ കൂലി നബിക്ക് അല്ലാഹു നൽകൂലെ? അല്ലാഹുവിനോട് സുബ്ഹാനഹു ചോദിച്ചിട്ടില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഹബീബ് എന്ന് തന്നെ പറയട്ടെ, അത് ഭൗതിക ജീവിതമല്ല. എന്നാൽ ഹബീബിന്റെ ബർസഖിലെ ജീവിതം വിശ്രമമുള്ള ജീവിതമാണ്. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് എത്തിച്ചു തരാൻ മാത്രം ഡ്യൂട്ടിയുള്ള മാലാഖമാരുണ്ടെന്ന് അവിടുത്തെ പരിശുദ്ധ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. എന്റെ ഉമ്മത്തികളെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മയും അല്ലാഹു എനിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നന്മ കാണുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. നിങ്ങൾ ചെയ്യുന്ന ഭൂരിഭാഗം മദ്യപിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, മോശപ്പെട്ടത് ചെയ്യുന്നത് എല്ലാം എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ഇസ്തഗ്ഫിറുല്ലാഹ ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുക്കൽ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യ റസൂലിനോട് സ്നേഹം കാണിക്കുന്നതും ഹബീബിന്റെ പേര് പറയുമ്പോൾ കണ്ണുകൾ നനയുന്നതും ഹബീബിന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നതും അവിടുത്തെ മൗലിദ് പാരായണം ഹബീബിന്റെ മദ്ഹല്ലേ പറയുന്നത്, ഹബീബിനെ പുകഴ്ത്തുകയല്ലേ? ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? സ്നേഹമല്ലേ അത്? صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.